got the pace to stretch Zapata. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആംഗിൾ സ്പ്രെയിനെ കുറിച്ചാണ്. ഈ ആംഗിൾ സ്പ്രെയിൻ സാധാരണയായിട്ട് ഉണ്ടാവുന്നത് ഒന്നുകിൽ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കുന്ന സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ സാധാരണയായി നടക്കുന്ന സമയത്ത് പോലും കാലൊന്ന് തെന്നിയിട്ടുണ്ടെങ്കിൽ ആംഗിൾ സ്പ്രെയിൻ ഉണ്ടാവാം. ആംഗിൾ സ്പ്രെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആംഗിൾ ജോയിന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ലിഗമെന്റ്സ് ഉണ്ട്, മീഡിയൽ സൈഡിലും ലാറ്ററൽ സൈഡിലും. ഈ ലിഗമെന്റ്സിനൊക്കെ ഇഞ്ചുറി സംഭവിക്കുമ്പോഴാണ് ആംഗിൾ സ്പ്രെയിൻ ഉണ്ടാവുന്നത്. പിന്നെ ആംഗിൾ സ്പ്രെയിൻ സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ യാതൊരു പ്രയോജനവും. ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആണെങ്കിൽ കുറച്ച് സ്വെല്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഐസൊക്കെ വെക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ആംഗിൾ സ്പ്രെയിനിന്റെ ഇഞ്ചുറിന്റെ ഗ്രേഡ് അനുസരിച്ച് ചില ആളുകൾക്ക് കൂടുതലായിട്ട് ഇൻസ്റ്റെബിലിറ്റി ഒക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ വീക്കം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ഫിസിയോതെറാപ്പി ട്രീറ്റ്മെന്റും എക്സസൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അത് നമ്മുടെ ആംഗിൾ ജോയിന്റിന്റെ ഫ്ലെക്സിബിലിറ്റി മൂവ്മെന്റ്സ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും.